ജെൻസി കിഡ്സിനെ കണ്ടാൽ 90s കിഡ്സിനേക്കാൾ പ്രായം തോന്നും എന്നൊരു പറച്ചിൽ ഇപ്പോഴുണ്ട്. ഇത് സത്യമാണോ? ബയോളജിക്കലി ജെൻസി പെട്ടെന്ന് ഏജ് ആകുന്നു എന്നൊരു സംഭവമൊന്നും ഇല്ലെങ്കിലും അപ്പിയറൻസിൽ ചിലപ്പോഴൊക്കെ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതിന് ചില കാരണങ്ങളുണ്ട്. 90s കിഡ്സിന്റെയൊക്കെ പേരൻസിന്റെ ജനറേഷൻ എടുത്താൽ അവരുടെ അപ്പിയറൻസ് 90s കിഡ്സിനെ വെച്ച് നോക്കുമ്പോൾ ഹൈസ്കൂളിന്റെ ഏജ് ഒക്കെ കുറച്ചുകൂടി പ്രായം തോന്നുന്ന തരത്തിലുള്ളതായിരുന്നു എന്ന് കാണാം. അതൊരു പക്ഷേ അവരുടെ വേഷമൊക്കെ നമുക്ക് ഇത്തിരി പഴഞ്ചനായി തോന്നിയത് കൊണ്ടാകാം. ഒരു 14-15 വയസ്സിലൊക്കെ തന്നെ മെച്യൂരിറ്റി തോന്നുന്ന വസ്ത്രങ്ങളിലേക്കുള്ള ഒരു ട്രാൻസിഷൻ അന്നുണ്ടായിരുന്നു. ഇന്നിപ്പോ ജെൻസി കിഡ്സിന്റെ വേഷവിധാനം മോഡേൺ ആണെങ്കിലും അവർക്ക് ഇത്തിരി പ്രായം തോന്നുന്നു എന്നതൊരു സത്യമാണോ? ആണെങ്കിൽ അതിന്റെ ഒരു പ്രധാന കാരണം അവരുടെ ഭക്ഷണ രീതി തന്നെയാണ്. 90s കിഡ്സിൽ നിന്ന് 2K കിഡ്സിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ബേക്കറി കൾച്ചർ മാറിയ മാറ്റം വല്ലാത്തൊരു മാറ്റം തന്നെയാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഓരോ 100 മീറ്ററിനുള്ളിലും ഓരോ ബേക്കറി എന്ന രീതിയിലാണ് കാര്യം. ബേക്കറിയിലാണെങ്കിൽ സ്വാദിഷ്ടമായ പല പല സാധനങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ക്രീം ബണ്ണ്, ബൺ മസ്ക, ഷവർമ, ഫലൂദ, അങ്ങനെ നമ്മുടെ അപ്പിയറൻസിനെ മാറ്റം വരുത്താൻ കഴിയുന്ന ഒരുപാട് ബേക്കറി ഐറ്റംസ് സ്ഥിരമായി കഴിക്കുന്ന ഒരു തലമുറയാണിപ്പോൾ. നമുക്കിതൊക്കെ കിട്ടാക്കനിയോ അല്ലെങ്കിൽ വർഷത്തിൽ വല്ലപ്പോഴും കിട്ടുന്ന സാധനങ്ങളോ ആയിരുന്നു. മിക്കവാറും ഏതെങ്കിലും സ്പെഷ്യൽ വിരുന്നുകാർ വരണമായിരുന്നു വീട്ടുകാർ അങ്ങനെയുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള ബേക്കറി ഐറ്റംസ് വാങ്ങിക്കൂട്ടാം. ഇന്നിപ്പോ ഓവർ മധുരം, ഓവർ കൊഴുപ്പ്, ഓവർ ഉപ്പ്, അതിന്റെ റിസൾട്ടോ ഡൾ സ്കിന്ന്, പഫി ഫേസ്, ആകെ മൊത്തം ക്ഷീണിച്ച് ഉറക്കം തൂങ്ങിയ ലുക്ക്. ഇതിനൊപ്പം ജെൻസി തെരഞ്ഞെടുത്ത വേറൊരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് കൂടിയുണ്ട്, ഉറക്കമില്ലായ്മ. രാത്രി 9 മണിക്കോ 10 മണിക്കോ ഉറങ്ങുക എന്ന ശീലത്തെ പാടെ മാറ്റി രാത്രി മുഴുവൻ ഉറക്കമില്ലാതെ ഫോൺ സ്ക്രോൾ ചെയ്തും മറ്റും രാവിലെ 4 മണിക്കൊക്കെ ഉറങ്ങുക എന്ന വളരെ അൺഹെൽത്തിയായ ഒരു ശീലം ഇപ്പോഴുണ്ട്. ഉറക്കമില്ലായ്മ പ്ലസ് അൺഹെൽത്തിയായ ഭക്ഷണം, ഇത് വല്ലാത്തൊരു കോംബോയാണ്. പ്രായ കൂടുതൽ തോന്നിക്കാൻ ഇതിലും നല്ലൊരു കോംബോ വേറെയില്ല. അടുത്തതൊരു യൂണിവേഴ്സൽ ഫിനോമിനൻ ആണ് മേക്കപ്പ് ആൻഡ് സ്കിൻ കെയർ ആണത്. സ്കിൻ കെയർ സ്കിന്നിനെ യങ് ആക്കുകയല്ലേ ചെയ്യുക എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. ശരിയാണ്, ശരിയായ രീതിയിലുള്ള സ്കിൻ കെയർ നല്ലതാണ്. എന്നാൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്നത് ഏത് പ്രായത്തിൽ എന്ത് എന്നറിയാതെ ഇൻഫ്ലുവൻസേഴ്സിന്റെ മായാലോകത്തിൽപ്പെട്ട് എല്ലാത്തിന്റെയും പുറകെ പോകലാണ്. സ്കിൻ ഡാമേജ് സംഭവിക്കാനും പ്രായ കൂടുതൽ തോന്നിക്കാനും അതും ഒരു കാരണമാണ്. മേക്കപ്പിന്റെ ഒരു പ്രത്യേകത അത് പൊതുവെ മെച്യൂരിറ്റി തോന്നിക്കുന്ന ഒരു ഫേസ് നൽകും എന്നതാണ്. അതായത് ത്രെഡിങ്, മുടി സ്ട്രെയിറ്റ് ചെയ്യലൊക്കെ ഒരു 13 വയസ്സുള്ള ഒരു പെൺകുട്ടി ചെയ്യുമ്പോൾ അവരുടെ ബേബി ഫേസ് കുറച്ചുകൂടി മെച്യൂരിറ്റി ഉള്ള ഒരു ഫേസ് ആയി മാറുന്നു. ഇപ്പോൾ ഒരു 13-14 വയസ്സാകുമ്പോഴേക്കും ഈ ത്രെഡിംഗ് പോലുള്ള പരിപാടികൾ പലപ്പോഴും കുട്ടികൾ ചെയ്തു തുടങ്ങുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള മേക്കപ്പ് പരിപാടികൾ ചെറിയ പ്രായത്തിലേ തുടങ്ങുന്നതും ജെൻസി പിള്ളേർക്ക് പ്രായം കൂടുതൽ തോന്നിക്കാൻ ഒരു കാരണമാണ്. വേറൊന്ന്, 90s കിഡ്സിനെ അപേക്ഷിച്ച് ജെൻസി പിള്ളേർ ചെറിയ പ്രായത്തിൽ തന്നെ അപ്പിയറൻസിന്റെ കാര്യത്തിൽ കൂടുതൽ സോഷ്യൽ പ്രഷർ അനുഭവിക്കുന്നു എന്നതാണ്. ഈ പ്രഷറും അവർക്ക് പ്രായ കൂടുതൽ തോന്നിക്കാനുള്ള ഒരു പ്രധാന കാരണമാണ്. മറ്റുള്ളവരുമായി കമ്പയർ ചെയ്ത് ഡൗൺ ആയി ഫീൽ ചെയ്യാൻ ഇന്ന് ഇൻസ്റ്റാഗ്രാം പോലുള്ള ഒരുപാട് ആപ്പുകളുണ്ട്. മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് അതുപോലെ ചെയ്യാൻ നോക്കി പണി കിട്ടുന്നവരുമുണ്ട്. 18 വയസ്സിൽ തന്നെ ആന്റി ഏജിംഗ് ക്രീം ഉപയോഗിക്കാനുള്ള ചാൻസും റാൻഡം റീൽസ് ഫോളോ ചെയ്ത് സ്കിൻ എക്സ്ഫോളിയേഷൻ ഒക്കെ തുടരെ ചെയ്ത് സ്കിൻ നശിപ്പിക്കാനുള്ള ചാൻസും കൂടുതൽ കിട്ടിയിരിക്കുന്നത് ജെൻസിക്കാണ്. മറ്റൊന്ന്, ഫാഷനിൽ വന്ന മാറ്റമാണ്. കുറച്ചുകൂടി മെച്യൂരിറ്റി തോന്നിക്കുന്ന തരത്തിലുള്ള സ്റ്റൈല്, ആഭരണങ്ങൾ, പോസ് ഒക്കെയാണ് ജെൻസി പിന്തുടരുന്നത് എന്ന് തോന്നിയിട്ടുണ്ട്. വേറൊന്ന്, ഇപ്പൊ സ്വന്തം ജീവിതത്തിന്റെ റെസ്പോൺസിബിലിറ്റി അവർ തന്നെ ഏറ്റെടുക്കാൻ തുടങ്ങി എന്നതാണ്. 18 വയസ്സാകുമ്പോഴേക്കും കരിയറിനെ പറ്റി ഒരു തീരുമാനമെടുക്കുന്നു, ലോൺ എടുത്ത് പുറത്തു പോകാൻ തയ്യാറാകുന്നു, ആ ലോൺ പണിയെടുത്ത് വീട്ടുന്നു, ചെറുപ്പത്തിലെ പാർട്ട് ടൈം ജോലിക്ക് പോകുന്നു. അക്കാഡമിക് പ്രഷറും കൂടുതലാണ്. 90s കിഡ്സ് ഇക്കാര്യത്തിൽ കൂടുതൽ റിലാക്സ്ഡ് ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ജെൻസിയുടെ സ്റ്റൈല്, അവരുടെ സ്ട്രെസ്, ചെറുപ്പത്തിലെ തുടങ്ങുന്ന മേക്കപ്പ്, ഭക്ഷണ രീതി, ഇതൊക്കെ കാരണം അവർക്ക് ഇത്തിരി കൂടുതൽ മെച്യൂരിറ്റി പെട്ടെന്ന് തന്നെ തോന്നുന്നത് കൊണ്ടാകാം ജെൻസിക്ക് 90s കിഡ്സിനേക്കാൾ പ്രായം തോന്നുന്നു എന്നൊരു പറച്ചിൽ വന്നത്. ഇനി ഇതൊക്കെ മാറ്റി നിർത്തിയാൽ വേറൊരു കുഞ്ഞു കാരണം കൂടിയുണ്ട്. അത് സോഷ്യൽ മീഡിയ ഫിൽറ്ററുകളും ഇപ്പോഴത്തെ ഹൈ റെസൊല്യൂഷൻ ക്യാമറകളുമാണ്. ഹൈ റെസൊല്യൂഷൻ ക്യാമറയിൽ നമ്മുടെ ഫേസിന്റെ ടെക്സ്ചർ ഒക്കെ കുറച്ചുകൂടി വിസിബിൾ ആയിരിക്കും. ഫിൽറ്റേഴ്സ് ആണെങ്കിൽ ബേബി ഫേസ് ഒക്കെ മാറ്റിക്കളയുകയും ചെയ്യും. 90s കിഡ്സ് ഈ ഒരു ഫോട്ടോ എടുപ്പ് കാലത്തിലൂടെ വളർന്നവരല്ലാത്തത് കൊണ്ടും അത്ര നല്ല ക്യാമറകളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ടും അവരുടെ ഫേസ് ശരിക്കും എങ്ങനെയായിരുന്നു എന്ന് കമ്പയർ ചെയ്യാൻ പറ്റില്ല. വിദഗ്ധർ പറയുന്ന വേറൊരു കാര്യം ചില കൾച്ചറൽ സ്ട്രെസ്സുകളെ പറ്റിയാണ്. അതായത് പാൻഡമിക് സ്ട്രെസ്, ക്ലൈമറ്റ് ആങ്സൈറ്റി, എക്കണോമിക് അൺസർട്ടനിറ്റി, ഇതൊക്കെ ജെൻസിയാണ് കൂടുതൽ ബാധിക്കുന്നത്. കാരണം ഇതിലൂടെയാണ് അവർ വളർന്നു വരുന്നത് എന്നതാണ്. എന്ത് തന്നെയായാലും ബയോളജിക്കലി ജെൻസി അത്ര പെട്ടെന്ന് ഏജ് ആകുന്നൊന്നുമില്ല. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ മറ്റുള്ള തലമുറകളെ അപേക്ഷിച്ച് സൺസ്ക്രീൻ ഉപയോഗിക്കൽ, സിഗരറ്റ് വലിക്കാതിരിക്കൽ തുടങ്ങിയ ഏജിംഗ് കുറയ്ക്കുന്ന പല കാര്യങ്ങളിലും മുമ്പിലാണ്. ഭക്ഷണം, ഉറക്കം എന്നീ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ ഒരുപക്ഷെ ഫാഷൻ ആൻഡ് ഫിൽറ്റർ മാറ്റി നിർത്തിയ ഇപ്പോഴും ഏജിംഗിന്റെ കാര്യത്തിൽ ഇവർ ബെറ്റർ ആകാനാണ് സാധ്യത. അപ്പൊ എന്താണ് ജെൻസിക്ക് പെട്ടെന്ന് പ്രായമാകുന്നു എന്നൊരു പറച്ചിലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.